ഉണ്ടാവില്ല, എവിടെയും കുഴപ്പങ്ങളും കലാപങ്ങളും വിപ്ലവങ്ങളും ഉണ്ടാവില്ല, എവിടെയും സമാധാനം കടന്നു വരും. അതിനെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, തൗഹീദിന്റെ പ്രചാരകരായി തീരാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ കഴിയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും പ്രഖ്യാപിക്കാനും തുറന്നു പറയാനും കഴിയുന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ മുന്നേറ്റം, അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതാണ് നമ്മൾ പഠിക്കാൻ തയ്യാറാവേണ്ടത്. മറ്റു പല കക്ഷികളുണ്ട്, വിഭാഗങ്ങളുണ്ട്, അവാന്തര സംഘടനകളുണ്ട്. അവരിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതേയില്ല. കാരണം അവരുടെ ജീവിത ശൈലികളിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലാഹു അല്ലാത്തവരോട് സഹായാഭ്യർത്ഥന നടത്തുന്നതാണ്, അല്ലാഹു അല്ലാത്തവരോട് നേർച്ചകളും വഴിപാടുകളും പറയുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് സംഘടനകളും കക്ഷികളും ഒക്കെ ഇന്ന് സമൂഹ മധ്യേയുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള അവകാശം തന്നെയില്ല. നോക്കൂ നിങ്ങൾ, നിസ്സാരമായി കൊണ്ട് കാണുന്ന ഈ രീതിയിൽ ശിർക്ക് നമ്മിലേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഭയാനകത എത്രത്തോളം കാഠിന്യമേറിയതാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് പഠിപ്പിക്കുകയാണ്. ദഖലൽ ജന്നത റജുലുൻ ഫീ ദുബാബിൻ വദഖലൻ നാർ. രണ്ട് ആളുകൾ, ഒരാൾ സ്വർഗത്തിലേക്കും ഒരാൾ നരകത്തിലേക്കും ഒരു ഈച്ചയുടെ വിഷയത്തിൽ പ്രവേശിച്ചതായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹാബത്ത് ചോദിക്കുകയാണ്, വകൈഫ ദാലിക യാ റസൂലല്ലാഹ്, എങ്ങനെയാ ഒരു ഈച്ചയുടെ വിഷയത്തിൽ ഒരാൾ സ്വർഗത്തിലേക്കും ഒരാൾ നരകത്തിലേക്കും പ്രവേശിച്ചത്? പ്രവാചകന്റെ വിശദീകരണം, മർറ റജുലാനി അലാ ഖൗമിൻ ലഹും സനമൻ ലാ യജൂസു അഹദുൻ ഹത്താ യുഖർരിബ ഷൈഅൻ. ഒരു ഗോത്രത്തിലൂടെ ഇവർ രണ്ടുപേരും നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ അവിടെയുള്ള ഒരു വിഗ്രഹത്തിന് ബലിയർപ്പിക്കാതെ ഒരാളും ആ വഴിയെ കടന്നു പോകാറില്ല. ആ സന്ദർഭങ്ങളിൽ ഇവരിൽ ഒരാൾ അതുവഴിയെ കടന്നു വന്നു. ആ സന്ദർഭത്തിൽ ഖർരിബ്, നീ ബലിയർപ്പിക്കുക എന്ന് ഒന്നാമനോട് പറഞ്ഞ നിമിഷത്തിൽ ആ ഒന്നാമൻ പറയുകയാം, ലൈസ ഇൻദീ ഷൈഉൻ ഉഖർരിബു, എന്റെ കയ്യിൽ ബലിയർപ്പിക്കാനായിക്കൊണ്ട് ഒന്നുമില്ല. ആ സന്ദർഭത്തിൽ വീണ്ടും അദ്ദേഹത്തോട് പറയുക, ഖർരിബ് വലൗ ദുബാബൻ, ഒരു ഈച്ചയെങ്കിലും നിനക്ക് ബലിയർപ്പിച്ചുകൂടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഫഖറബ ദുബാബൻ, ഒരു ഈച്ചയെ അറുത്തുകൊണ്ട് ആ വിഗ്രഹത്തിന് ബലിയർപ്പിക്കുകയാം. ഫഖല്ലു സബീല, അങ്ങനെ ബലിയർപ്പിച്ച സന്ദർഭത്തിൽ ഫദഖലൻ നാർ, അദ്ദേഹം നരകത്തിൽ പ്രവേശിച്ചതായിക്കൊണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാം. എന്തേ? ഒരു ഈച്ചയാണ് ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ ബലിയർപ്പിച്ചത്. രണ്ടാമത്തെയാളോ ഫഖാലു ലി ആഖിർ, രണ്ടാമത്തെയാൾ മാ കുൻതു ലിഖർരിബ ലി അഹദിൻ ഷൈഅൻ ദൂനല്ലാഹി അസ്സ വജൽ, അദ്ദേഹത്തോടും ഇതുപോലെ ബലിയർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റില്ല. ഫളറബു ഉനഖഹു, അദ്ദേഹത്തിന്റെ പിരടി അവർ വെട്ടി. ഫദഖലൽ ജന്ന, അദ്ദേഹം സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജീവിതത്തിന്റെ ഒരു മേഖലയിലും ശിർക്ക് കടന്നു വരാൻ പാടില്ല. ശിർക്കിൻ്റെതായ പ്രചാരകരോ പ്രബോധകരോ പ്രവിതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ ആയി ഒരിക്കൽ നമ്മൾ മാറാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാതാപിതാക്കൾക്കോ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ ആദർശം അറിയില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ, അവരോട് പറഞ്ഞു കൊടുക്കാൻ, ഈ ആദർശത്തിലേക്ക് ക്ഷണിക്കാൻ, തൗഹീദിന്റെ മാധുര്യത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ, അതായിരിക്കണം നമ്മൾ സാധിക്കേണ്ടത്. ഒന്നിനും നമ്മൾ ബലിയർപ്പിക്കേണ്ടതില്ല. ഒന്നിനും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു കാര്യത്തിലും അല്ലാഹു അല്ലാതെ ഏതെങ്കിലും വ്യക്തികളെയോ അല്ലാഹു അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ശക്തികളെയോ നമ്മൾ ആ രീതിയിൽ നമ്മൾ കാണേണ്ടതോ അല്ലെങ്കിൽ ആ രീതിയിൽ വിശ്വസിക്കേണ്ടവരോ അല്ല. എന്തിനും ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ എന്ന് പറയാൻ കഴിയുന്ന മനസ്സിന്റെ ഉടമകളായി തീരേണ്ടതുണ്ട്. പലപ്പോഴും നമ്മിൽ പല വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചു വരുന്ന പല ആളുകളും അല്ലെങ്കിൽ ആദർശത്തിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പല ആളുകളും അവരുടെ കൈകളിൽ ചിലപ്പോൾ നൂലുകൾ ഉണ്ടായേക്കാം, വളയങ്ങൾ ഉണ്ടായേക്കാം. ഏതെങ്കിലും രീതിയിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ അത്തരത്തിലുള്ള ഐക്കല്യങ്ങളോ ഏലസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളയങ്ങളോ കയ്യിൽ ധരിച്ചുകൊണ്ട് നടക്കുന്ന സഹോദരന്മാരുണ്ടായേക്കാം. അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. ലൗ മിത്തവഹു അലൈക മാ സല്ലൈതു അലൈക, മഹാനായ സ്വഹാബി വര്യൻ അബൂ ഹുദൈഫ റളിയല്ലാഹു തആല പറയുകയാണ്, നീ എങ്ങാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ മേൽ ഞാൻ മയ്യിത്ത് നമസ്കരിക്കുകയില്ല. കയ്യിൽ നൂല് വളയുമായി കൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ മേൽ ഞാൻ മയ്യിത്ത് നമസ്കരിക്കില്ല എന്ന് പഠിപ്പിക്കുകയാണ് ആര്? മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. മൻ തഅല്ലക ഷൈഅൻ വുക്കില ബി, ആരെങ്കിലും ഈ ഏലസിന്റെ മേൽ ബന്ധിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അതിന്മേൽ ബന്ധിക്കപ്പെടുകയാം. എന്തിനേറെ പ്രവാചകന്റെ ഹദീസുകളിലേക്ക് നോക്കിയാൽ ഇന്ന റുഖാ വത്തമാഇമ വത്തിയുലത ശിർകുൻ, എല്ലാ തരത്തിലുള്ള പൈശാചികപരമായ ഇത്തരത്തിലുള്ള എല്ലാ ഏലസുകളും മുഴുവനും നിഷിദ്ധമാണ്, ശിർക്കാണ് എന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ തന്നെയും എത്രയെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ വസ്വാസുകളുടെ പേരിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശക്തികളുടെ പേരിൽ ഒരാളും ബലിയർപ്പിക്കേണ്ടതില്ല. ഒരാളും ആ രീതിയിൽ അതിന്മേൽ ഒരു തരത്തിലും ആ ശക്തിയെ പിൻപറ്റുന്ന ഒരവസ്ഥ കടന്നു വരാൻ പാടില്ല. നമുക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാത്ത ആളുകളുണ്ടെങ്കിൽ തൗഹീദ് പറഞ്ഞും പഠിപ്പിച്ചും അവരെ
തിരുത്തിക്കൊണ്ട് ഉന്നതമായ സംസ്കാരത്തിലേക്കും ആദർശത്തിലേക്കും നമ്മൾ അവരെ കൈപിടിച്ചുയർത്തൽ നമ്മുടെ മേൽ ബാധ്യതയാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. മാത്രവുമല്ല, ഈ ആദർശ പ്രബോധന മേഖലകളിൽ സജീവമാകുന്ന നിമിഷങ്ങളിൽ ഒരുപാട് ആളുകളിൽ നിന്ന് പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ആളുകൾ കളിയാക്കും.